സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ കെപിസിസി അധ്യക്ഷ കസേരയ്ക്കായി ചരടു വലിച്ച് കോൺഗ്രസ് നേതാക്കൾ. അവകാശവാദം ഉന്നയിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് MP കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയെ കണ്ടു. ബെന്നി ബെഹനാനായി എ ഗ്രൂപ്പും ജോസഫ് വാടിക്കിന് വേണ്ടി രമേശ് ചെന്നിത്തലയും മാത്യു കുഴൽനാടന് വേണ്ടി KC വേണുഗോപാൽ പക്ഷവും രംഗത്തുണ്ട്. തന്നെ കെപിസിസി അധ്യക്ഷനാക്കണമെന്ന ആവശ്യം കൊടിക്കുന്നിൽ സുരേഷും ഉന്നയിച്ചു. DCCകളിലും സമഗ്ര അഴിച്ചുപണിക്കാണ് കളമൊരുങ്ങുന്നത്. ചർച്ചകൾക്കായി മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഡൽഹിക്ക് പുറപ്പെടും. തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ സജീവം. KPCC അധ്യക്ഷ സ്ഥാനത്തിനായി ഗ്രൂപ്പുകൾ വടംവലി ആരംഭിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തിന് അർഹനെന്ന അവകാശവാദവുമായി അടൂർ പ്രകാശ് MP മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ടു. രാഹുൽ ഗാന്ധിയെ കാണാനും അടൂർ പ്രകാശിന് പദ്ധതിയുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ എന്നിവരുടെ പേരുകളും സജീവമായി ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പലവട്ടം തഴഞ്ഞ് തന്നെ പരിഗണിക്കണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ആവശ്യം. ബെന്നി ബെഹനാനായി ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് എ ഗ്രൂപ്പ്. ജോസഫ് വാഴക്കിനായി രമേശ് ചെന്നിത്തലയും രംഗത്തുണ്ട്. KC വേണുഗോപാൽ വിഭാഗത്തിന്റെ പിന്തുണയിലാണ് മാത്യു കുഴൽനാടനായുള്ള നീക്കം. MLA, MP, മന്ത്രി പദവികളിൽ ഇരിക്കുന്നവരെ സംഘടനാ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്ന് രമേശ് ചെന്നിത്തല AICCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. MLA മാരായി തെരഞ്ഞെടുക്കപ്പെട്ട DCC അധ്യക്ഷന്മാരെയും മാറ്റും. KPCC ഭാരവാഹികളിലും മാറ്റം വരും. DCC, KPCC നേതൃസ്ഥാനങ്ങളിൽ പിടിമുറുക്കാനാണ് KC വിഭാഗത്തിന്റെ നീക്കം. എന്നാൽ തലസ്ഥാനത്ത് ചെമ്പഴന്തിയലിനായി മുഖ്യമന്ത്രി VD സതീശൻ കളത്തിലുണ്ട്. ഇന്ന് ഡൽഹിയിലെത്തുന്ന മുഖ്യമന്ത്രി VD സതീശൻ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ VD സതീശന്റെ അഭിപ്രായവും പ്രധാനമാകും. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.